എന്താണ് തൈറോയ്ഡ് ആൻറ്റിബോഡീസ്? തൈറോയ്ഡ് ആൻറ്റിബോഡീസിനെ പറയുന്നതിനെ പറ്റി മുമ്പ് എന്താണ് ആൻറ്റിബോഡീസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ശരീരം ബാക്ടീരിയ, വൈറസ് ഇവയെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് അബദ്ധം കൊണ്ട് നമ്മളുടെ ശരീരത്തെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് അസുഖം പ്രധാനമായിട്ടും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അപ്പോൾ നമ്മൾക്ക് തൈറോയ്ഡ് സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു, അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആൻറ്റി TP ആൻറ്റിബോഡി, ആൻറ്റി TG ആൻറ്റിബോഡി ഇത് രണ്ടുമാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ആൻറ്റിബോഡികൾ ചെന്നിട്ട് നമ്മളുടെ തൈറോയ്ഡ് ഹോർമോണിനെ ഉൽപ്പാദിക്കാൻ സഹായിക്കുന്ന TPO എൻസൈമിനെ ചെന്നിട്ട് പ്രവർത്തനരഹിതമാക്കുന്നു. അതോടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ആൻറ്റിബോഡിയുടെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ആൻറ്റിബോഡി ഹൈ ആണെങ്കിൽ നമ്മളുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അപ്പോൾ ഒരാൾക്ക് ആൻറ്റിബോഡി പോസിറ്റീവാണ്, പക്ഷേ തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഭാവിയിൽ അയാൾക്ക് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമാണ്. അതായത് 20 കൊല്ലത്തിൽ 50% പേര് ഈ ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപ്പാദനക്കുറവ് എന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ ആൻറ്റിബോഡി ഇടയ്ക്കിടയ്ക്ക് സൈക്ലിക്കലാണ്, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. പക്ഷെ ട്രീറ്റ്മെന്റ് എടുത്താലും കംപ്ലീറ്റ്ലി നോർമലൈസ് ആവത്തില്ല. കാരണം അത് പോസിറ്റീവ് ആണെങ്കിൽ അത് അതിന്റെ ഈറ്റിയോളജി, അതായത് കാരണത്തെ അത് പോയിന്റ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ സിഗ്നിഫിക്കൻസ് അതിന് ഇല്ല.